രാജാവിനെ ആരും തട്ടിക്കൊണ്ടുപോയി കുഴിയിൽ കരെടുത്തിട്ടുണ്ട്. സോറി, യു ആർ എ ബിറ്റ് ലേറ്റ്. 15 മിനിറ്റ് വൈകിപ്പോയി. ഹി വാസ് കിൽഡ്. തട്ടിക്കൊണ്ടുപോയി അതേ വാനിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടു. ശവം വഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. Angolian king assassinated. വിശ്വനാഥ്. ഉമേ, ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഉണ്ടല്ലോ. വിശ്വനാഥിന് തിരക്കിനിടയിൽ പടമെടുക്കാൻ കഴിഞ്ഞില്ല. തരൂ, മോർണിംഗ് എഡിഷനിൽ കൊടുക്കാം. ഇന്ന് പത്രം പ്രിന്റ് ചെയ്യാൻ താമസിച്ചോ? ഇത് സ്പെഷ്യൽ എഡിഷൻ. 5 ലക്ഷം അടിച്ചു. ഭയങ്കര സെയിൽ. തികഞ്ഞില്ല. 2 ലക്ഷം കൂടെ അടിക്കുന്നു. ദാ കണ്ടില്ലേ? സംഭവം നടന്നിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. പോലീസ് അറിയും മുമ്പേ സംഭവം കണ്ടത് ഉമയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പത്രം അടിച്ചിരിക്കുന്നു. സെക്കൻഡ് എഡിഷൻ അടിക്കുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നു. എനിക്കും കുറെയൊക്കെ മനസ്സിലാകും. എന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. തല ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, തലയിൽ എഴുത്തൂടെ നന്നാവണം. ശരിയാണ്, തലയിൽ എഴുതുന്ന ആരും ഇവിടെ ഉണ്ട്. ദൈവം. സംഭവം നടക്കുന്നതിന് മുമ്പ് വാർത്ത ഇവിടെ എത്തിക്കുന്ന ആൾ. ദാറ്റ് മീൻസ് ക്രിയേറ്റർ, സൃഷ്ടാവ്. സുരേഷ്, എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത്? ഉമ്മ ബെറ്റ് വെച്ചോ, താൻ എടുത്ത ഒരൊറ്റ ഫോട്ടോ നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്നില്ല. അതെന്താ? അതങ്ങനെയാ, കണ്ടോ. ക്രിയേറ്റർ, സൃഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഐ എം ഗോഡ്, മീഡിയ ഗോഡ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. ഏതുന്നതന്റെയും. രാഷ്ട്രത്തലവൻ, പണക്കാരൻ, രാഷ്ട്രീയ നേതാക്കൾ, ഇവന്റെ ഒക്കെ ലൈഫ് ഇന്ന് എന്റെ കയ്യിലാണ്. എവിടെ ബോംബ് പൊട്ടണം, എവിടെ ട്രെയിൻ മറിയണം, മരിക്കേണ്ടവൻ എങ്ങനെ മരിക്കണം, എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. പഴയ നവഭാരത് ടൈംസിലെ വെറും ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥൻ. ബൈ ചാൻസിന് കിട്ടിയതാണെങ്കിലും നല്ല പേര്, വിശ്വനാഥൻ, വിശ്വത്തിന്റെ നാഥൻ, അതായത് ദൈവം. എന്താ നിന്ന് കളഞ്ഞത്? സാറ് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. വരൂ. എന്റെ ഇപ്പോഴത്തെ മൂഡ് മര്യാദയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഞാൻ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ ഇൻടോക്സിക്കേഷനിലാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പത്രലോകം മുഴുവൻ ഞാൻ കീഴടക്കി. ഞാനത് എങ്ങനെയാ മര്യാദയ്ക്ക് വിവരിച്ചു തരേണ്ടത്? സാർ അതിര് കടക്കുന്നു. ആ പാവം രാജാവിനെ കൊല്ലേണ്ടിയിരുന്നില്ല. സമയം വൈകി, മര്യാദയ്ക്ക് പോകാം.
മരിയ, നീ എന്നെ ചോദ്യം ചെയ്യരുത്. സാർ, ദയവ് ഇത് സുരേഷിനോട് പ്രതികാരം ചെയ്യരുത്. എനിക്ക് അവന് ഇഷ്ടമാണ്. ജിക്ക് ആളൊരു ഭയങ്കരനാണല്ലോ. ഇന്ത്യയിൽ ഒന്നാം കിട ജേർണലിസ്റ്റുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. അതിരിക്കട്ടെ, വിശ്വനാഥനെ കണ്ടറിയില്ല. അത് കയ്യിലിരിക്കട്ടെ, അതെന്റെ പത്രത്തിന്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ആ മരിയ, മരിയ അറിയില്ലേ? നമ്മുടെ മരിയ. വന്ന തിരക്കിനിടയിൽ അവിടെയും കണ്ടില്ല. ഞാൻ കണ്ടു. കമ. ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ഞങ്ങളുടെ ഓഫ്സെറ്റ് പ്രസ് ആണ്. എല്ലാം ലേറ്റസ്റ്റ് മെഷീൻ ആണല്ലേ? പുതിയ സ്വിറ്റ്സർലൻഡിന്റെ വെബ് വിഭാഗ് ഓഫ്സെറ്റ് ആണ്. മണിക്കൂറിൽ 60,000 കോപ്പി. ഇന്ത്യ മുഴുവൻ എഡിഷൻ തുടങ്ങുന്നത് ഒരു പഴയ തിയറിയാണ്. എനിക്ക് ഒറ്റ എഡിഷനേ ഉള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്യും. മിസ്റ്റർ നായർ, എന്താ ഇത്? ഒരു പ്ലസന്റ് സർപ്രൈസ്, കൂടെ ഒരു റിക്വസ്റ്റും. ഞങ്ങളുടെ ഈ പുതിയ പ്രസ് ശങ്കറും പണിക്കരിയേട്ടനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യണം. ജികെയുടെ പേപ്പറും ജികെയും ഒരുപോലെയാ. എപ്പോഴും അൺഎക്സ്പെക്ടഡ്. അവിടാണ് സ്വിച്ച്. ആ കാണുന്നതാണ് സ്വിച്ച്. ഇന്ന് പത്രം അടിക്കുന്നുണ്ടോ? നോ, ഇത് വെറും ഔപചാരികമായ ഉദ്ഘാടനം. അത് ശരി. ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അയക്കാവുന്ന ഒരു കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്വിസ് പ്രസിന്റെ ആദ്യ പ്രിന്റിംഗ് നിങ്ങളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ഒരു ന്യൂസ് കിട്ടുമ്പോഴായിരിക്കും. അതിന് എന്നാണ്? അതിന് ഇനി അധികം താമസമില്ല. ഇനി നമ്മൾ ആ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. ജികെ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. എല്ലാം വഴിപോലെ നടക്കും. ഞാൻ പോട്ടെ. അവരെന്ത് ഓർക്കും? ഇനി ഏറിയാൽ 1/2 മണിക്കൂറൂടെ. സുരേഷ്, ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല. ചേച്ചി ഒന്നിങ്ങി വന്നേ, ഇപ്പൊ വരാം. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ജികെയോട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ് ജികെ. എന്തായത് പണിക്കരിയേട്ടാ? ആരെങ്കിലും കാണും? ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പണിക്കരിയേട്ടാ പറയേ. ജികെ ഇനിയും വളരണം. ഞങ്ങൾ സഹായിക്കും. നോ, നമുക്ക് വളരണമെന്ന് പറയൂ. ഞാൻ നിങ്ങളെയും സഹായിക്കും. ജികെയോട് മാത്രമായിട്ടൊരു രഹസ്യം. പറയണു. പണിക്കരിയേട്ടൻ പരമരഹസ്യമായിട്ട് ഇവിടുന്ന് അങ്ങ് മുങ്ങും നൈനിറ്റോളിലേക്ക്. ഇലക്ഷൻ അല്ലേ വരുന്നത്? സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാനാ. ഇവിടെ ഇന്ന് ഒന്നും നടക്കില്ല. ലിസ്റ്റ് തയ്യാറായാൽ ആദ്യം തരുന്നത് എനിക്കായിരിക്കും. കേട്ടോ ജികെ, ഇലക്ഷനിൽ നമ്മളെ ജയിക്കൂ.
ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാ പറയുന്നത്. എനി ഡൗട്ട്? നോ, ആ. ഡെഫിനറ്റ്. ഇലക്ഷൻ കഴിയട്ടെ ജിക്ക്. ഇവിടെ പലരും പലരുമാവും. ഈ ചക്കരനുള്ള ഇവൻ റെഡ് ഫോർട്ടിൽ നിന്ന് പ്രസംഗിക്കും. പിന്നെ അന്ന് നമ്മൾ ഒന്നായിരിക്കണം. പിന്നെ ഷുവർ. തൊട്ടനും പിടിച്ചതിനൊക്കെ ചേട്ടനെ സംശയിക്കാന്ന് പറഞ്ഞ അപ്പൊ ഞാനൊരു ഫൂൾ അല്ലേ? എന്നല്ല, ജേർണലിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എനിക്കെന്തറിയാം? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, 2 വർഷം UNL സർവീസ്. തീർന്നല്ല ജേർണലിസം? തീർന്നെന്ന് ധരിക്കുന്നതാ കുഴപ്പം. നമുക്കൊന്നും അറിഞ്ഞൂടാ സുരേഷ്. ഫൂൾ വേണ്ട, അവനവന്റെ കാര്യം പറഞ്ഞാൽ മതി. അവിടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ 6th സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. GK-യുടെ വെളുത്തുമ്പിലും നാവിലും നോട്ടത്തിൽ പോലും മരണമാണ് കത്തിക്കളിക്കുന്നത്. ശത്രുക്കൾ ഓരോരുത്തരെയും മരിക്കുന്നു. ഓരോ മരണത്തിനും സർക്കുലേഷൻ 1 ലക്ഷം വീതം എക്സ്ട്രാ. ആദ്യം അഗർവാൾ, നീ കണ്ടോ, പണിക്കർ 9 ടൗണിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ 9 ടൗണിലേക്ക് പോകുന്നു, രഹസ്യമായി. ന്യൂഡൽഹി ഡയറി ആകെ പിശാചി ബാധിച്ചിരിക്കുകയാണ്. ആ പിശാചിനെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞേക്കും. നീ എന്റേതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നീ എന്നെ ചതിക്കില്ലെന്നറിയാം.